Picard's theorem നമ്മൾ കണ്ടു. Picard's theoremത്തിനകത്ത് രണ്ട് അസംഷൻസ് ആയിരുന്നു, എഫ് ഓഫ് എക്സ് വൈ കണ്ടിന്യൂസും ഡോ എഫ് ബൈ ഡോ വൈ കണ്ടിന്യൂസും. അതിനകത്ത് നമ്മൾ ഈ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നതിൻ്റെ കണ്ടിന്യൂറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് ഇവിടെ ഈ ഇനീക്വാളിറ്റി മോഡ് എഫ് ഓഫ് എക്സ് വൈ വൺ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ കെ വരുന്നത് ആ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ് എന്ന് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ബൗണ്ടഡ് ആണെന്ന് പറയുന്ന അസംഷനിലാണ് ദാറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ കിട്ടും. അങ്ങനെ നമ്മൾ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് നമുക്ക് ഈ ഇനീക്വാളിറ്റി കിട്ടുന്നത്. സോ ഡോ എഫ് ബൈ ഡോ വൈയുടെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് നമ്മൾ പിക്കാർഡ്സ് തിയറത്തിൽ ഉപയോഗിക്കുന്ന ഈ ഇനീക്വാളിറ്റി പ്രൂവ് ചെയ്യാനാണ്. ഈ കണ്ടീഷനെയാണ് ഈ മോഡ് എഫ് ഓഫ് എക്സ് വൈ വൺ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു മോഡ് വൈ വൺ മൈനസ് വൈ ടു. ഈ കണ്ടീഷനാണ് ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ ഈ കോൺസ്റ്റന്റ് കെ ആണ് ലിപ്ഷിറ്റ്സ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുക. ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ എന്താണ്. ഒന്നുകൂടി എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ജനറലി ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ a function f of x y z to satisfy the Lipschitz condition if there exists a constant k such that mod f of x y1 minus f of x y2 less than or equal to k into mod y1 minus y2. ഇനി അഥവാ ഇവിടെ ഈ മോഡ് y1 മൈനസ് y2നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ മോഡ്ലെസ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടും. സോ അഥവാ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാം, ഈ കോഷ്യന്റ് എഫ് ഓഫ് എക്സ് വൈ വൺ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ടു ബൈ വൈ വൺ മൈനസ് വൈ ടു ഈസ് ബൗണ്ടഡ് എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം. Okay. If you drop the Lipschitz condition and assume that only f of xy is continuous on R, ഇനി ഡോ എഫ് ബൈ ഡോ വൈ ബൗണ്ടഡ് അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആണ് ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ. അല്ലെങ്കിൽ ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ കളഞ്ഞ പിക്കാർഡ്സ് തിയറത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് only assumption is that f of xy is continuous on R. അങ്ങനെ ആണെങ്കിൽ പോലും then it is still possible to prove that the initial value problem y dash is equal to f of xy, y of x naught is equal to y naught has a solution. അങ്ങനെ ആണെങ്കിൽ പോലും ഈ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ആ തിയറത്തിന്റെ പേരാണ് പിയാനോസ് തിയറം. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, അല്ലാതെ ഒന്നും എഴുതി പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് വെച്ചിട്ട് ഒരേ ഒരു പ്രോബ്ലമേ നിങ്ങളുടെ ടെക്സ്റ്റ് ഉള്ളൂ. ആ പ്രോബ്ലം ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൈമിൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് പിക്കാർഡ്സ് മെത്തേഡ് വെച്ച് എങ്ങനെ സോൾവ് ചെയ്യും. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഫോമിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് സോൾവ് ചെയ്യാൻ പറയും. ഓക്കെ, dy by dx is equal to f of xyz, some function of xyz, y of x naught is equal to y naught. ഓക്കെ, അതേപോലെ dz by dx is equal to g of xyz, z of x naught is equal to z naught. സോ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഒന്ന് dy by dx-നും ഒന്ന് dz by dx-നും. ഈ രണ്ട് ഇനിഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്. y of x naught is equal to y naught, z of x naught is equal to z naught. ഇത് സോൾവ് ചെയ്യാൻ മീൻസ് എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് y കിട്ടും, y ആസ് എ ഫംഗ്ഷൻ ഓഫ് x ആയിട്ട്. സെക്കൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? z ആസ് എ ഫംഗ്ഷൻ ഓഫ് x ആയിട്ട്. സോ y ഓഫ് എക്സും z ഓഫ് എക്സും ആ രണ്ട് ഫംഗ്ഷൻസും കണ്ടുപിടിക്കാനാണ് ഇത് സോൾവ് ചെയ്യാൻ മീൻസ്. ഇത് ചെയ്യുന്ന പിക്കാർഡ്സ് മെത്തേഡ് നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുണ്ടല്ലോ, പിക്കാർഡ്സ് മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻ. അത് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം അവിടെ നമ്മൾ y1 y0 y1 y2 എന്ന് എഴുതി പോകും. അതേപോലെ തന്നെ നമ്മൾ z0 z1 z2 എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി പോകും. അത്രേ ഉള്ളൂ വ്യത്യാസം. സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, ആദ്യം നമ്മൾ എങ്ങനെ എടുക്കും? y0 ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു y0, പിക്കാർഡ്സ് മെത്തേഡ് എടുത്തു. അതായത് z0 ഓഫ് എക്സ് എങ്ങനെ എടുക്കും? z0 എന്ന് പറഞ്ഞു. ഇനി y1 ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു y0 പ്ലസ് ഇന്റഗ്രൽ ഫ്രം x0 ടു x. അവിടെ ആയിരുന്നപ്പോൾ എഫ് ഓഫ് ടി y0 ഓഫ് ടി. ഇവിടുത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് മൂന്ന് കോർഡിനേറ്റ്സും ഉണ്ട്. അപ്പോൾ എങ്ങനെ കൊടുക്കണം? എഫ് ഓഫ് ടി y0 ഓഫ് ടി z0 ഓഫ് ടി ഡി ടി. സിമിലർലി z1 ഓഫ് എക്സ് എടുക്കുമ്പോൾ എന്ത് വരും? z0 പ്ലസ് ഇന്റഗ്രൽ ഫ്രം x0 ടു x. ഇവിടെ g ആണ് വരുന്നത്, കാരണം dz ബൈ dx g ഓഫ് എക്സ് വൈ സെഡ് ആണ്. സോ g ഓഫ് ടി y0 ഓഫ് ടി z0 ഓഫ് ടി ഡി ടി. അത് y2 ഓഫ് എക്സ് കറസ്പോണ്ടിങ്ങിൽ നമ്മൾ y2 ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നു. y2 of x is equal to y0 plus integral from x0 to x f of t. പിന്നെ എന്ത് വരും? y1 of t z1 of t കൊടുക്കും. അതേപോലെ z2 of x ആണെങ്കിൽ എന്താണ്? z0 plus integral from x0 to x. അവിടെ g എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണേ ഉള്ളൂ. g of t y1 of t z1 of t dt. ഇനി നമ്മൾ സക്സസീവ് അപ്രോക്സിമേഷൻ പറഞ്ഞാൽ y of x എന്താണ്? ലിമിറ്റ് n tends to infinity yn of x. സിമിലർലി z of x എന്താണ്? ലിമിറ്റ് n tends to infinity zn of x. ആ പിക്കാർഡ്സ് മെത്തേഡ് ചെയ്തതുപോലെ തന്നെയാണ്. ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഉറപ്പായിട്ട് നോക്കിയിട്ട് പോകണം. Problem നോക്കാം. Solve the following initial value problem by Picard's method and compare the result with the exact solution. So Picard's method വെച്ചിട്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ആ ഫോമിൽ തന്നെ വന്നിട്ടുണ്ട്. dy by dx is equal to f of xyz. സോ ഇവിടെ f of xyz എന്ന് പറയുന്ന z ആണ്, g of xyz ഇവിടെ മൈനസ് y ആണ്. ഓക്കെ, അതേപോലെ y of x0 is equal to y0 ആണ്. സോ x0 എന്ന് പറയുന്നത് 0, y0 1, അതുപോലെ z0 0. ഇനി ആദ്യത്തെ x ഈക്വൽ ടു
sorry, n equal to 0 ഇല്ല, അതായത് y naught of x is defined as y naught that is equal to 1, z naught of x is z naught that is 0. y1 of x ന്റെ ഫോർമുല എഴുതുന്നു y naught plus integral from x naught to x f of t y naught of t z naught of t dt, that is y naught 1 1 plus integral from x naught to 0 0 to x f of t, y naught of x 1 ആണ്, so y naught of t യും 1 ആണ്, z naught of x 0 ആണ്, so z naught of t യും 0 ആണ്, f of t1 0, f of x y z z ആണ്, അങ്ങനെയാണെങ്കിൽ f of t1 0 എന്നാണ് 0 ആണ്, സോ അത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. സിമിലർലി z1 of x y2 of x z2 of x y3 of x z3 of x കണ്ടുപിടിക്കുന്നു, y4 of x z4 of x. നോക്കി അറിയാം, ഇത് പോകുന്ന പാറ്റേൺ വെച്ചിട്ട് ഞാൻ ജനറൽ ആയിട്ട് എഴുതിയിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻ പഠിക്കുന്നതാണ്. സെയിം ഒരു സെറ്റ് കോർഡിനേറ്റും കൂടെ ഇവിടെ വരുന്നു, z0 z1 കൂടെ കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ. yn of x നമ്മൾ ജനറലി എക്സ്റ്റെൻഡ് ചെയ്ത് സീരീസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1 minus x square by 2 plus x raised to 4 by 4 minus x raised to 6 by 6 factorial plus etc എന്ന് വരും. Zn of x minus x plus x cube by 3 factorial minus x raised to 5 by 5 factorial plus x raised to 7 by 7 factorial plus etc. ഇവിടെ ഞാൻ മൈനസും എടുക്കുകയാണ്, ഔട്ട് സൈഡ് കോമൺ. ഇനി അങ്ങനെയാണെങ്കിൽ ഇനി y of x എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി yn of x ആണ്. yn of x ന് ലിമിറ്റ് കൊടുത്താൽ നിങ്ങൾ നോക്കുക, ഇത് എന്തിന്റെ സീരീസ് ആണ്? cos x ന്റെ സീരീസ് ആണ്. സോ cos x എന്ന് കിട്ടും. ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി zn of x, ഇതെന്താണ്? മൈനസ് ഓഫ് ഈ ബ്രാക്കറ്റിനകത്ത് എടുക്കുന്ന sin x ന്റെ സീരീസ് ആണ്. സോ മൈനസ് sin x എന്ന് കിട്ടും. ഇതാണ് സൊല്യൂഷൻ. y of x cos x ഉം z of x മൈനസ് sin x. ഇനി എക്സാക്ട് സൊല്യൂഷൻ ഡയറക്റ്റ് മെത്തേഡ് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്ത് എഴുതി. ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഞാൻ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ ഡി എക്സ്. ഇനി സെക്കൻഡ് ഇക്വേഷൻ നമ്പർ 2-ൽ നിന്ന് നമുക്ക് ഡി ഇസഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് കിട്ടും. സോ ഈ മൈനസ് വൈയും കൂടെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു 0. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ലീനിയർ ഡിഫറൻഷ്യൽ, സോറി നമ്മൾ ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതാണ്. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, സോറി ലീനിയർ അല്ല, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു എം സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. സോ എം സ്ക്വയർ മൈനസ് 1 എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ എന്ന് കിട്ടും. സോ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? എ പ്ലസ് ഓർ മൈനസ് ഐ ബി എന്ന് പറയുന്ന റൂട്ടാണ് വരുന്നതെങ്കിൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു c1 cos x പ്ലസ് c2 sin x. ഇവിടെ എ എന്ന് പറയുന്നത് 0 ആണ്, സോ ഇ റൈസ് ടു 0 എക്സ് അത് 1 ആണ്. അപ്പോൾ c1 ഇൻറ്റു കോസ് ഐ ബി ആണ്. സോ ബി എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, ഐയുടെ കോഎഫിഷ്യന്റ്. സോ അതുകൊണ്ട് തന്നെ c1 cos x plus c2 sin x എന്ന് കിട്ടും. സോ y of x കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ c1 ഉം c2 ഒക്കെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി വൈഡ് ഇനിഷ്യൽ കണ്ടീഷൻ എടുക്കുന്നു, y of 0 is equal to 1. അതായത് y is equal to 1 when x equal to 0 എന്നാണ്. അത് സോൾവ് ചെയ്യുമ്പോൾ c1 ന്റെ വാല്യൂ 1 കിട്ടും. അത് ഈ y of x ൽ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? c1 ന്റെ വാല്യൂ 1, സോ cos x plus c2 sin x. ഈ c2 നമുക്ക് കണ്ടുപിടിക്കണം, തൽക്കാലം അതോടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഈ വൈഡ് ഡെറിവേറ്റീവ് എടുക്കുകയാണ്, dy by dx ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എക്സ് പ്ലസ് c2 മൈനസ് സൈൻ എക്സ് പ്ലസ് c2 കോസ് എക്സ് എന്ന് കിട്ടും. ഇനി dy by dx എന്ന് പറയുന്നത് z ആണ് ഫ്രം ഇക്വേഷൻ നമ്പർ 1. സോ dy by dx ഈസ് ഈക്വൽ ടു ഞാൻ z എന്ന് കൊടുക്കുകയാണ്. സോ dy by dx ഈസ് ഈക്വൽ ടു z. സോ z ഈസ് ഈക്വൽ ടു നിങ്ങളിപ്പം എഴുതി വെച്ച dy by dx മൈനസ് സൈൻ എക്സ് പ്ലസ് c2 കോസ് എക്സ്. ഇപ്പോൾ z ഈസ് എ ഫംഗ്ഷൻ ഓഫ് x എന്ന് കിട്ടി. ഇനി z-ന്റെ ഇനിഷ്യൽ കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ നിന്ന് എടുക്കുന്നു, z ഓഫ് 0 ഈസ് ഈക്വൽ ടു 0. അതായത് എക്സിന് 0 കൊടുക്കുമ്പോൾ സെഡ് 0 എന്ന് കിട്ടും. സോ അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് c2 is equal to 0 എന്ന് കിട്ടും. സോ സെഡിനകത്ത് ഈ c2 0 എന്ന് കൊടുക്കുമ്പോൾ സെഡ് ഓഫ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. അതേപോലെ y ഓഫ് എക്സ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതിനകത്തും ഇനി എന്ത് കൊടുക്കണം? y ഓഫ് എക്സ് എന്താണ്? ഈ ക്വാണ്ടിറ്റി ആണ് y ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇവിടെയും c2 ന് 0 കൊടുക്കുമ്പോൾ y ഓഫ് എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, സോ y of x cos x z of x minus sin x എന്ന് കിട്ടും. ഇത് തന്നെയായിരുന്നു നമ്മൾ പിക്കാർഡ്സ് മെത്തേഡ് വെച്ച് ചെയ്തപ്പോഴും കിട്ടിയ സൊല്യൂഷൻ. ഇനി നെക്സ്റ്റ് ഒരു തിയറം, ഇത് ജസ്റ്റ് നോക്കിയേക്കുക, കാരണം പിക്കാർഡ്സ് തിയറത്തിന്റെ പ്രൂഫ് പോലെയാണ് ഇതിന്റെ പ്രൂഫ് വരുന്നത്. സോ എക്സ്ട്രാ ആയിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ചെയ്യാവുന്നേ ഉള്ളൂ. Let f of xy be a continuous function that satisfies a Lipschitz condition mod f of xy1 minus f of xy2 less than or equal to k into mod y1 minus y2 on a strip defined by, അതായത് എഫ് ഓഫ് എക്സ് വൈ കണ്ടിന്യൂസ് ആണ്. പിന്നെ നമ്മൾ ഡോ എഫ് ബൈ ഡോ വൈ കണ്ടിന്യൂസ് എന്ന് പറയുന്നതും ഈ ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ എന്ന് പറയുന്നതും സെയിം ആണെന്ന് പറയുന്നു. ഇവിടെ ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ എന്ന് ഡയറക്റ്റ് വന്നിരിക്കുകയാണ് ഓൺ എ സ്ട്രിപ്പ്. അവിടെ പിക്കാർഡ്സ് തിയറത്തിൽ ഒരു റെക്ടാങ്കിൾ ആയിരുന്നു നമ്മൾ എടുക്കുന്നത്, ഇവിടെ റെക്ടാങ്കിളിന് പകരം ഒരു ഇൻഫിനിറ്റ് സ്ട്രിപ്പാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എക്സ് കോർഡിനേറ്റ് എയുടെയും ബിയുടെയും ഇടയ്ക്ക്, വൈ കോർഡിനേറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് പോകും. ദാറ്റ് മീൻസ് നമുക്ക് അവിടെ ഒരു ഇൻഫിനിറ്റ് സ്ട്രിപ്പാണ് കിട്ടുക. ഓക്കെ,
അവിടെ പിക്കാർഡ്സ് തിയറം പ്രൂവ് ചെയ്യുന്നു. ആദ്യം നമ്മൾ ഒരു ചെറിയ റെക്ടാംഗിൾ പ്രൂവ് ചെയ്തു, ഇവിടെ നമ്മൾ അത് ഇൻഫിനിറ്റ് സ്ട്രിപ്പിൽ പ്രൂവ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. If x naught y naught is any interior point on this strip, then the initial value problem y dash is equal to f of x y of x naught is equal to y naught has one and only one solution, y equal to y of x on the interval a less than or equal to x less than or equal to b. ഓക്കെ, പിക്കാർഡ്സ് തിയറത്തിന്റെ പ്രൂഫ് പോലെ തന്നെയാണ് പോകുന്നത്. നമ്മൾ അതുകൊണ്ട് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇങ്ങോട്ട് പറയുന്നത്. ഓക്കെ, നോക്കാം, പ്രൂഫ് നോക്കാം. വി സ്റ്റാർട്ട്, അതായത് പിക്കാർഡ്സ് തിയറത്തിലെ പോലെ തന്നെ ചില കാര്യങ്ങൾ മാത്രം, ബാക്കി പിക്കാർഡ്സ് തിയറത്തിലെ പോലെ തന്നെ ഇവിടെയും കിട്ടും എന്ന് നമ്മൾ പറയത്തേ ഉള്ളൂ. ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രൂവ് ചെയ്യത്തുള്ളൂ ഇവിടെ. ഓക്കെ, we start the proof as in the way that in the Picard's theorem and show that the series 4 converges. Series 4 converges എന്ന് prove ചെയ്യണം. And therefore the sequence 3 is uniformly convergent. അതുകൊണ്ട് sequence 3 uniformly convergent ആണ് on the whole interval a less than or equal to x less than or equal to b. അവിടെ പ്രൂവ് ചെയ്യുന്ന അതേ മാറ്ററിൽ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇവിടെ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം 3 കോൺസ്റ്റൻസ് ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ എം നോട്ട് എം വൺ എം ബൈ, അതിങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. എം നോട്ട് ഈക്വൽ ടു മോഡ് വൈ നോട്ട്. ഈ വൈ നോട്ട് വൈ വൺ ഒക്കെ എന്താണെന്ന് നമുക്കറിയാം. പിക്കാർഡ്സ് മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻ വെച്ച് നമ്മൾ എഴുതി വെക്കും ആദ്യം, പിക്കാർഡ്സ് തിയറത്തിൽ നോക്കിയാൽ മതി. സോ അതാണ്, അത് ഉപയോഗിച്ചിട്ടാണ് ഈ എം നോട്ട് എം വൺ എം ഡിഫൈൻ ചെയ്യുന്നത്. എം നോട്ട് ഈസ് മോഡ് വൈ നോട്ട്, എം വൺ ഈസ് മാക്സിമം മോഡ് വൈ വൺ ഓഫ് എക്സ് ആൻഡ് എം ഈസ് ഡിഫൈൻഡ് ആസ് എം നോട്ട് പ്ലസ് എം വൺ. അങ്ങനെ ആണെങ്കിൽ മോഡ് വൈ നോട്ട് ഓഫ് എക്സ് ഞാൻ എടുക്കുകയാണ്. വൈ നോട്ട് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ആസ് വൈ നോട്ട്, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു മോഡ് വൈ നോട്ട് ആൻഡ് മോഡ് വൈ നോട്ട് ഈസ് എം നോട്ട്. ആൻഡ് എം എന്ന് പറയുന്നത് എം നോട്ടും എം വണ്ണിന്റെയും സമ്മ. സോ എം നോട്ട് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ആയിരിക്കും. അടുത്ത മോഡ് വൈ വൺ ഓഫ് എക്സ് മൈനസ് വൈ ടു ഓഫ് എക്സ്. ഇത് ഞാൻ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞായിരുന്നു ഈ സീരീസ് 4 കൺവെർജ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ പിക്കാർഡ്സ് മെത്തേഡിൽ പറഞ്ഞായിരുന്നു അതിന്റെ അബ്സല്യൂട്ട് സീരീസ് നമ്മൾ എഴുതി വെച്ചു. അത് കൺവെർജന്റ് ആണെന്നാണ് നമ്മൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ആ അബ്സല്യൂട്ട്ലി ആ മോഡുലസ് വരുന്ന ആ അബ്സല്യൂട്ട് സീരീസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ആ സീരീസിലെ ടേംസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മോഡ് വൈ വൺ ഓഫ് എക്സ് മൈനസ് വൈ നോട്ട് ഓഫ് എക്സ്, that is mod y1 of x minus y naught of x is y naught, that is less than or triangle inequality apply ചെയ്യുന്നു. ഇനി mod y1 of x എന്ന് പറയുന്നതിന്റെ മാക്സിമം ആണ് m1, so mod y1 of x is less than or equal to m1 and mod y naught is m naught and m1 plus m naught is m. Okay, so ഇത് ഞാൻ എടുക്കുന്നത് now next if x naught less than or equal to x less than or equal to b, ഈ ഇന്റർവെല്ലാണ് ഞാൻ ഇനി എടുക്കുന്നത്. ഓക്കെ, നമുക്ക് a less than or equal to x less than or equal to x ആയിട്ട് നോക്കാം. ഈ കോളത്തിൽ a less than or equal to x less than or equal to b എന്ന് പറയുന്ന സ്ട്രിപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനകത്ത് എവിടെയെങ്കിലും ഉള്ള ഒരു പോയിന്റ്, ആ ഇന്റർവെൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള ഒരു പോയിന്റ് എക്സ് നോട്ട് എടുത്തു. ഇനി ഞാൻ a മുതൽ എക്സ് നോട്ട് വരെയുള്ള പാർട്ട് ഇന്റർവെല്ലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. a മുതൽ എക്സ് നോട്ട് വരെ, എക്സ് നോട്ട് മുതൽ b വരെ. ഞാൻ ഇനി ചെയ്യുന്ന കാര്യങ്ങൾ എക്സ് നോട്ട് മുതൽ b വരെയുള്ള ഇന്റർവെല്ലാണ് ഞാൻ ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ പറഞ്ഞത്. നെക്സ്റ്റ് ഇഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു b. ഈ ടേംസ് ഒക്കെ നമ്മൾ പിക്കാർഡ്സ് തിയറത്തിൽ എടുത്ത് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും വരിക. ഓക്കെ, അവിടുന്ന് ഒരു വ്യത്യാസവും ഇല്ല. മോഡ് വൈ ടു ഓഫ് എക്സ് മൈനസ് വൈ വൺ ഓഫ് എക്സ്, വൈ ടു ഓഫ് എക്സിന്റെ പിക്കാർഡ്സ് മെത്തേഡ് സക്സസീവ് അപ്രോക്സിമേഷനിലെ ഫോർമുല മൈനസ് വൈ വൺ ഓഫ് എക്സിന്റെ ഫോർമുല, എന്നിട്ട് ഇന്റഗ്രൽ രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ ഇന്റഗ്രലിനകത്തേക്ക് മോഡുലസ് കൊടുക്കുന്നു. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും. പിന്നെ ഈ ക്വാണ്ടിറ്റി നമ്മൾ ആദ്യം പിക്കാർഡ്സ് തിയറത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ ആ ഫോർമുല വെച്ചിട്ട് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു, അല്ലെങ്കിൽ ഇവിടെ ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ തന്നിട്ടുണ്ട്, ആ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് കെ ഇൻറ്റു മോഡ് വൈ വൺ ഓഫ് ടി മൈനസ് വൈ നോട്ട് ഓഫ് ടി എന്ന് കിട്ടും. ഇനി നമ്മൾ അത് ഈ മോഡ് വൈ വൺ ഓഫ് ടി മൈനസ് വൈ നോട്ട് ഓഫ് ടി, നമ്മൾ തൊട്ട് മുമ്പ് മോഡ് വൈ വൺ ഓഫ് എക്സ് മൈനസ് വൈ നോട്ട് ഓഫ് എക്സ് എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി ആണെങ്കിലും എന്ത് തന്നെയാണ്, വേരിയബിൾ മാറിയത് എഴുതി വ്യത്യാസമൊന്നും വരില്ല. സോ ഇതിന് പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം കൊടുക്കുന്നു. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സോ കെ എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് കിട്ടും. സിമിലർലി മോഡ് വൈ ത്രീ ഓഫ് എക്സ് മൈനസ് വൈ ടു ഓഫ് എക്സ് ചെയ്യുന്നു. ഇവിടെയും സെയിം വൈ നോട്ട് ക്യാൻസൽ ചെയ്യും. ഇന്റഗ്രൽ ഒരുമിച്ചെടുക്കുന്നു. ഇന്റഗ്രലിനകത്തേക്ക് മോഡുലസ് കൊടുക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും. ഇനി വൈ ടു ഓഫ് ടി, മോഡ് വൈ ടു ഓഫ് ടി മൈനസ് വൈ വൺ ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുന്നേ മോഡ് വൈ ടു ഓഫ് എക്സ് മൈനസ് വൈ വൺ ഓഫ് എക്സ് ചെയ്തു വെച്ചിട്ടുണ്ട്. കെ എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. സോ ഇത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മോഡ് വൈ ടു ഓഫ് എക്സ് മൈനസ് വൈ വൺ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ കെ എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്, ആ എക്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ടി ആണ് വേരിയബിൾ എങ്കിൽ ഈ എക്സിന് പകരം എന്ത് വരണം, ടി വരണം. സോ കെ എം ഇൻറ്റു ടി മൈനസ് എക്സ് നോട്ട് എന്ന് വരും. എക്സ് നോട്ടിന് വ്യത്യാസമൊന്നുമില്ല, എക്സ് നോട്ട് ഒരു സിംഗിൾ പോയിന്റ് ആണ്. സോ ഇനി വീണ്ടും എന്ത് ചെയ്യുന്നു, ആ കെ സ്ക്വയർ എം എന്ന് വരും, അത് ഔട്ട്സൈഡ് എടുക്കുന്നു. ബാക്കി ടി മൈനസ് എക്സ് നോട്ടിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ലിമിറ്റ്സ് കൊടുക്കുന്നു. ഓക്കെ, അത് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കെ സ്ക്വയർ എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. ഇനി ജനറലൈസ് ചെയ്യുന്നു.
ഇപ്പോൾ മോഡ് y3 of x minus y2 of x ചെയ്തപ്പോൾ k സ്ക്വയർ y2 of x ന്റെ ആ 2 ആണ് k സ്ക്വയർ m into x minus x naught the whole square by 2 factor. അങ്ങനെയാണെങ്കിൽ ഇൻ ജനറൽ yn of x minus yn minus 1 of x വരുമ്പോൾ ഈ സഫിക്സ് n minus 1 ആയിരിക്കും വരിക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു k raised to n minus 1 into m into x minus x naught raised to n minus 1 by n minus 1 factorial എന്ന് വരും. ഇനി നമുക്കറിയാം ഈ x minus x naught എന്ന് പറയുന്നത് എന്തിന്റെ എക്കും ബിക്കും ഇടയ്ക്കുള്ള പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്ന വേരിയബിൾ a മുതൽ b വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആവും. അതുകൊണ്ട് ഈ x minus x naught എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആ ഇന്റർവെലിന്റെ ലെങ്ത് ആയ b മൈനസ് എ. സോ ഈ x minus x naught നെ എനിക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു b മൈനസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് അടുത്ത സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ എടുത്ത ഇന്റർവെൽ ഞാൻ പറഞ്ഞത് x naught മുതൽ b വരെ x naught ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു b യിലാണ് എടുത്തത്. ഇനി a മുതൽ x naught വരെയുള്ള ഇന്റർവെല്ലിലും ഇതേ ആർഗ്യുമെന്റ് ട്രൂ ആയിരിക്കും. The same argument is also valid for a less than or equal to x less than or equal to x naught provided only that x minus x naught is replaced by mod x minus x naught. കാരണം നിങ്ങൾ നോക്കുക ഇവിടെ x naught മുതൽ b വരെ എന്ന് പറയുമ്പോൾ x naught ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ആണ്. സോ ഇവിടെ x minus x naught പോസിറ്റീവാണ്. എന്നാൽ ഈ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x naught x minus x naught നെഗറ്റീവ് ആണ്. സോ അതുകൊണ്ട് ഈ ഇനീക്വാളിറ്റിയിൽ എന്ത് ചെയ്യണം, അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി മോഡ് x minus x naught വെച്ച് റീപ്ലേസ് ചെയ്താൽ മാത്രം മതി. ഈ പറയുന്ന ഇനീക്വാളിറ്റി അവിടെയും ഹോൾഡ് ചെയ്യും. ഓക്കെ, സോ എങ്ങനെ എഴുതാം? മോഡ് yn of x minus yn minus 1 of x less than or equal to k raised to n minus 1 into m into mod x minus x naught raised to n minus 1 by n minus 1 factorial. ഇനി ആ mod x minus x naught is always ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ. സോ അത് വെച്ച് റീപ്ലേസ് ചെയ്യും നേരത്തെ പോലെ തന്നെ. സോ സെയിം ഇനീക്വാളിറ്റി തന്നെ നമുക്ക് രണ്ട് ഇന്റർവെല്ലും കിട്ടും. സോ എ മുതൽ ബി വരെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഫുൾ ഇന്റർവെല്ലും ഈ ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അബ്സല്യൂട്ട് സീരീസ് എടുത്ത് എഴുതുന്നു. അതിനകത്ത് ഇപ്പോൾ കണ്ടുപിടിച്ച ഓരോ ടേംസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിലെ ഓരോ ടേംസാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചത്. ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എല്ലാ ടേമിലും എം ഉണ്ട്. എം ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അകത്തൊരു സീരീസ് കിട്ടും. ഇനി ഞാൻ ആ സീരീസ് എടുത്തിരിക്കുകയാണ്. അതിന്റെ ജനറൽ nth ടേം എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ n+1th ടേം എഴുതുന്നു. ഇനി റേഷ്യോ ടെസ്റ്റ് ഈ സീരീസ് കൺവേർജ് ചെയ്യുമോ എന്ന് എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം m ഇൻറ്റു ഈ നമ്മൾ അബ്സല്യൂട്ട് സീരീസ് എഴുതിയപ്പോൾ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു സീരീസ് എന്ന് പറഞ്ഞ് കിട്ടി. സോ വലിയ സീരീസ് എന്ന് പറയുന്നത് ഈ സീരീസ് ആണ്. സോ ഈ സീരീസ് കൺവേർജ് ചെയ്തെന്നാൽ അതിനേക്കാൾ ചെറിയ സീരീസ് ആയി ഈ അബ്സല്യൂട്ട് സീരീസ് കൺവേർജ് ചെയ്യും. സോ അതിനുവേണ്ടി ഈ സീരീസിന്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ റേഷ്യോ ടെസ്റ്റിന് വേണ്ടി ആ സീരീസ് എടുത്തു. ജനറൽ ടേംസ് എഴുതി. ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി an+1 by an ചെയ്ത് നോക്കുന്നു. അത് ചെയ്തപ്പോൾ എനിക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ ലിമിറ്റ് ലെസ് ദാൻ 1 ആണെങ്കിൽ റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് ഈ സീരീസ് കൺവേർജ് ചെയ്യുമെന്ന് എനിക്ക് കിട്ടും. സോ റേഷ്യോ ടെസ്റ്റ് വെച്ച് ഈ അബ്സല്യൂട്ട് സീരീസ് കൺവേർജ് ചെയ്യും. ഹെൻസ് സീരീസ് 4 അബ്സല്യൂട്ട് സീരീസ് കൺവേർജ് ചെയ്താൽ സീരീസ് 4 കൺവേർജ് ചെയ്യും. ദെർഫോർ സീക്വൻസ് 3 കൺവേർജ് ചെയ്യും. പിക്കാർഡ്സ് തിയറത്തിൽ പറയുന്ന അതേ കാര്യങ്ങൾ നമ്മളിവിടെ ആ അബ്സല്യൂട്ട് സീരീസിലെ ടേംസ് മാത്രം എടുത്തൊന്ന് ചെയ്തു നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പിക്കാർഡ്സ് തിയറത്തിൽ നിന്ന് പോലെ തന്നെ വരും എന്നങ്ങ് പറയത്തേ ഉള്ളൂ. ഒന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ തിയറത്തിന്. ഓക്കെ, so sequence 3 converge ചെയ്യും uniformly on the interval a less than or equal to x less than or equal to b to a limit function y of x. Then as in the Picard's theorem, the uniformity of convergence implies that y of x is a continuous solution. അത് ഈ Picard's theoremത്തിന്റെ സെക്കൻഡ് പാർട്ടിൽ ആ യൂണിഫോം കൺവേർജൻസ് വെച്ചിട്ട് നമുക്ക് സൊല്യൂഷൻ കണ്ടിന്യൂസ് ആണ് കിട്ടും. അത് ഇവിടെയും കിട്ടും എന്നങ്ങ് പറഞ്ഞാൽ മതി ഇതുപോലെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ് സൊല്യൂഷൻ യുണീക്ക് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ലാസ്റ്റ് പാർട്ട് Picard's theoremത്തിന്റെ. Next we need to show that y of x is the only set solution. For that അതിനുവേണ്ടി നമ്മൾ മറ്റൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് എടുക്കുന്നു. y bar of x is also a solution of the given initial value problem on the interval. Our strategy is to show that yn of x converges to y bar of x. നമുക്കറിയാം yn of x എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്? y of x സൊല്യൂഷനിലേക്ക്. സോ ഇവിടെ നമ്മൾ yn of x നമ്മളിപ്പോൾ പറഞ്ഞ y bar of x സൊല്യൂഷൻ ആണെന്ന് എടുത്തു. അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? yn of x എല്ലാം y ബാറിലേക്ക് കൺവേർജ് ചെയ്യും. സോ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് y bar of x ഉം y of x ഉം സെയിം ആണെന്ന് കിട്ടും. കാരണം നമുക്കറിയാം ഒരു സീക്വൻസിന് രണ്ട് ലിമിറ്റ് ഉണ്ടാവില്ല. if the limit of a sequence exists then it is unique. സോ അതുകൊണ്ട് yn of x ഉം y bar of x ലേക്ക് കൺവേർജ് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y of x ഉം y bar of x ഉം സെയിം ആണെന്ന് നമുക്ക് അവിടുന്ന് കിട്ടും. ഇപ്പൊ പറഞ്ഞ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. Since we have yn of x converges to y of x and the limit of a function if it exists is unique, it will follow that y bar of x equal to y of x. Okay, we begin the proof by observing that y bar of x is continuous and satisfies the equation. So നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ട് y of x is equal to എന്ന് പറഞ്ഞാൽ നമ്മൾ Picard's theoremത്തിൽ എഴുതി വെക്കുമല്ലോ, അല്ലെങ്കിൽ Picard's theoremത്തിന്റെ പ്രൂഫിൽ. അതുപോലെ തന്നെ അതിന് പകരം y bar of x is equal to എന്ന് പറഞ്ഞാൽ ആ സെയിം ഇക്വേഷൻ കൊടുക്കുന്നു. ഇനി ഞാൻ a എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യാണ്. a is equal to maximum of y bar of x minus y naught. Then for ഇവിടെയും എടുക്കുന്നത് x naught മുതൽ b വരെയുള്ള ഈ ഇന്റർവൽ ആണ് ആദ്യം ഞാൻ കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് y bar of x minus y1 of x എടുക്കുന്നു.
y bar of x ഇപ്പോൾ ഇവിടെ എഴുതിയത് y1 of x നമുക്കറിയാം പിക്കാർഡ്സ് മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷനകത്തുള്ള നേരത്തെ പോലെ തന്നെ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഈ k ഇൻറ്റു മോഡ് ഇവിടെ ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ വെച്ച് എഴുതാം k ഇൻറ്റു മോഡ് y bar of t മൈനസ് y നോട്ട് ഓഫ് ടി. ആ y bar of t മൈനസ് y നോട്ട് ഓഫ് ടിയുടെ മാക്സിമം വാല്യൂ ആണ് a എന്ന് പറയുന്നത്. സോ ദിസ് മോഡുലസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a. പിന്നെ ഇവിടെ ഇന്റഗ്രൽ dt അത് ചെയ്യുമ്പോൾ k ഇൻറ്റു എക്സ് മൈനസ് എക്സ് ആണ്. അടുത്ത y bar of x മൈനസ് y2 of x സിമിലർലി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ k ഇൻറ്റു മോഡ് y bar of t മൈനസ് y1 of t ഉണ്ട്. ആ മോഡ് y bar of x മൈനസ് y1 of x നമുക്ക് കിട്ടിയ ka ഇൻറ്റു എക്സ് മൈനസ് എക്സ് ആണ്. സോ ടി വെച്ച് എക്സിന് പകരം ടി വെച്ച് റീപ്ലേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഇവിടെ എഴുതി കൊടുത്താൽ മതി ka ഇൻറ്റു ടി മൈനസ് എക്സ് ആണ്. ഞാൻ അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെയും ഈ ടി മൈനസ് എക്സ് നോട്ടിനെ ഞാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എനിക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിരിക്കും. സോറി എക്സ് മൈനസ് എക്സ് നോട്ട് വെച്ച് റീപ്ലേസ് ചെയ്തിരിക്കില്ല. ഇവിടെ ലിമിറ്റ് കൊടുക്കുകയാണ്. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ്സ് കൊടുത്തെടുക്കുന്നു അത്രേ ഉള്ളൂ. ആ റീപ്ലേസ് ചെയ്യുന്നത് ബി മൈനസ് എ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. അത് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. സോ ഇൻ ജനറൽ ഇപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ടേംസ് ചെയ്തു. അതുപോലെ ഇൻ ജനറൽ y bar of x മൈനസ് വൈ എൻ ഓഫ് എക്സ് ആണെങ്കിൽ എന്ത് കിട്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ റൈസ് ടു എൻ എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് റൈസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ എന്ന് കിട്ടും. എക്സ് മൈനസ് എക്സ് നോട്ടിന് എനിക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്പോഴും എന്താണ് ബി മൈനസ് എ നേരത്തെ പറഞ്ഞതാണ്. ഇനി നമ്മളിപ്പോൾ എക്സ് നോട്ട് മുതൽ ബി വരെയുള്ള ഇന്റർവൽ എടുത്ത് സിമിലർലി എ മുതൽ എക്സ് നോട്ട് വരെയുള്ള ഇന്റർവെല്ലും ഇത് ഹോൾഡ് ചെയ്യും. ഈ എക്സ് മൈനസ് എക്സ് നോട്ടിന് പകരം എന്ത് വെച്ച് കൊടുത്താൽ മതി മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ. അപ്പോൾ എന്ത് കിട്ടും ദെൻ ദസ് ഫോർ എനി എക്സ് ഇൻ ദി ഇന്റർവൽ എ ടു ബി വി ഹാവ് മോഡ് y bar of x മൈനസ് വൈ എൻ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫുൾ ഇന്റർവെല്ലും ഈ ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എടുത്തു. സിൻസ് ദ RHS ഓഫ് ദിസ് ഇനീക്വാളിറ്റി അപ്രോച്ചസ് 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഡിനോമിനേറ്റർ ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ RHS എങ്ങോട്ട് പോകും സീറോയിലേക്ക് പോകും. അതായത് ദിസ് മോഡുലസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഒരു മോഡുലസ് ഒരിക്കലും ലെസ് ദാൻ 0 ആകാൻ പാടില്ല. സോ നമുക്ക് എന്ത് കിട്ടും ഈ മോഡുലസ് 0 ആണെന്ന് കിട്ടും. ഈ മോഡുലസ് 0 ആണെങ്കിൽ എന്താണ് ഇതിനകത്ത് ടേം 0 ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം yn of x converges to y bar of x ആയിരിക്കും. So we have yn of x converges to y bar of x as n tends to infinity. So ഞാൻ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞു ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ സീരീസിന്റെ യുണീക്നെസ് ലിമിറ്റിന്റെ യുണീക്നെസ് വെച്ചിട്ട് നമുക്ക് y bar of x ഉം y of x ഉം ഈക്വൽ ആണെന്ന് കിട്ടും. സോ സൊല്യൂഷൻ യുണീക്ക് എന്ന് കിട്ടി. ഇത്രേ ഉള്ളൂ ഇതിന്റെ പ്രൂഫ്. ഓക്കെ.